നിങ്ങൾ സമത്വം പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു നേതാവേ, നിങ്ങളിപ്പോൾ 3 പേരുടെ പ്രതിനിധികളുണ്ട്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP. ഈ 3 കക്ഷികൾ ആരെങ്കിലും നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഒരു വനിതയോ ദളിതനെയോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടുത്തെ മുഖ്യമന്ത്രി നമ്പർ 1 കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏതെങ്കിലും വനിതയോ ദളിതനോ വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറിമാരിൽ എത്ര പേര് വനിതകളുണ്ട്? അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം, പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാകരുത്. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അതെ, അവർക്ക് തുല്യത കൊടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു ശക്തിയായ വനിതയുണ്ട്. എത്രയോ മുഖ്യമന്ത്രിമാർ ഏറ്റവും നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ തന്നെ ജയലളിത വളരെ ശക്തിയായ മുഖ്യമന്ത്രിയാണ്. ഇപ്പം മമതാ ബാനർജി, എത്രയോ വനിതകൾ. അപ്പോൾ അവർക്ക് കഴിവുണ്ട്. നമ്മൾ അവസരം കൊടുത്തു കഴിഞ്ഞാലേ അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് നിങ്ങൾ സമത്വത്തെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ നമ്മൾ സ്വയം കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുക, നമ്മുടെ പോരായ്മ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ടാകണം നമ്മൾ വിമർശിക്കേണ്ടത്. അതെ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ 3 രാഷ്ട്രീയ പാർട്ടിക്കാരും, നിങ്ങൾ സ്വയം നോക്കണം, നിങ്ങൾ എത്ര പേരെയാണ്, എത്ര വനിതകളെയാണ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങൾ കൊടുക്കൂ, അവരുയരട്ടെ. അപ്പോൾ അവർക്ക് കൊടുക്കാതെ നിങ്ങൾ പിന്നെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. സമത്വം വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ കാണിക്കണം. അതാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളും ചെയ്യേണ്ടത്.